ശ്രീ മോഹൻ വർഗീസ്, ഇത് ഒരു പൂർണ്ണമായ ഒരു ഫുൾ ഫ്ലഡ്ജഡ് യുദ്ധം എന്ന് പറയുന്നതിലേക്ക് എത്തിയോ? സമാധാനം എത്രമാത്രം അകലെയാണ് ശ്രീ മോഹൻ വർഗീസ്? സമാധാനം മരീചികയായി മാറുകയാണ്. ഏതാണ്ട് പൂർണ്ണ അർത്ഥത്തിൽ ഒരു യുദ്ധത്തിന്റെ എല്ലാ ചേരുവകളും ചേരുന്ന രീതിയിൽ ആദ്യം തിരിച്ചടിയുമായി മുന്നേറുകയാണ്. ഇവിടെ ഒരു റീജിയണൽ യുദ്ധം, പ്രാദേശിക യുദ്ധം എന്ന നിലയിലേക്ക് ഇത് വ്യാപിക്കും. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ അത് തങ്ങളെ മാത്രമല്ല ബാധിക്കുക, ഇസ്രായേലിനെ മാത്രമല്ല, അമേരിക്കയെ മാത്രമല്ല, മധ്യപൗരസ്ത്യ പ്രദേശത്തെ പ്രത്യേകിച്ച് GCC മേഖലയിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. കാരണം അവിടെ എല്ലാം അമേരിക്കൻ താവളങ്ങളുണ്ട്. അതുകൊണ്ട് ജാഗ്രത. ഇതാണ് ഇറാൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. 5 GCC രാജ്യങ്ങൾ, അത് ഏറ്റവും വലിയ സൗദി അറേബ്യ ഉൾപ്പെടെ കുവൈറ്റ്, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, UAE ഇങ്ങനെ 5 രാജ്യങ്ങൾ വിവിധങ്ങളായ തോതിൽ ആക്രമിക്കപ്പെട്ടു. കാര്യമായ നാശനഷ്ടങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകളില്ല. അബുദാബിയിൽ ഒരാൾ സ്ഫോടനത്തിൽ മരിച്ചതായി വിവരമുണ്ട് എന്നതല്ലാതെ കൃത്യമായ നാശനഷ്ടങ്ങളെ കുറിച്ച് സൂചനയില്ല. ഈ സൗദി അറേബ്യയ്ക്ക് നേരെ നടന്ന ആക്രമണം നിർവീര്യമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ ഈ പറഞ്ഞപ്പോ ഖത്തർ പറയുന്നത് എല്ലാം നിർവീര്യമാക്കി എന്ന് പറയുന്നു. പക്ഷെ ഖത്തറിൽ വീണ് പൊട്ടുന്നതിന് ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള അവകാശവാദങ്ങളും നമുക്ക് ആൾനാശത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകളൊന്നും ഇപ്പോൾ പുറത്തേക്ക് വരില്ല. പക്ഷെ നമ്മൾ നേരത്തെ അന്ന് ഒരു വർഷം മുമ്പ് കണ്ടത് ഖത്തറിൽ മാത്രമായ ഒരു ടോക്കൺ അറ്റാക്ക് ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ ചുറ്റും കിടക്കുന്ന സകല ഗൾഫ് രാജ്യങ്ങളിലേക്കും അവിടുത്തെ എയർബേസുകളിലേക്കൊക്കെ ഇറാൻ ആക്രമണം തൊടുത്തു വിടുന്നുണ്ട്. നമ്മൾ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആശങ്ക കൂടുതൽ അവിടെയാണെന്ന് തോന്നുന്നു. അത് ആ മേഖലയിലെ പ്രശ്നങ്ങളെങ്കിലും എപ്പോൾ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. ശ്രീ മോഹൻ വർഗീസ്, 1967 അറബ് ഇസ്രായേലി യുദ്ധത്തിന് ശേഷം ഇതും പ്രഥമമായിട്ടാണ് ഈ സ്കെയിലിൽ കൂടുതൽ രാജ്യങ്ങൾ, ഇത്രയധികം രാജ്യങ്ങൾ ആക്രമണ വിധേയമാവുന്നത്. അതിനുശേഷം കാര്യമായി ഇപ്പോൾ ഗൾഫ് യുദ്ധം 1992 രണ്ടാം ഗൾഫ് യുദ്ധം, അതായത് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ്, ഈ 2 ഓപ്പറേഷനുകളിലും നെയ്റ്റോ സൈന്യം ഇറാഖിനെ ആക്രമിച്ചു. പക്ഷേ ഇറാഖ് ആകെ ആക്രമിച്ചത് ഇസ്രായേലിന്റെയും സൗദി അറേബ്യയും മാത്രമാണ്. അവിടെ തന്നെ സൗദി അറേബ്യയിലെ അമേരിക്കൻ താവളങ്ങളെ മാത്രമാണ്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. കൂടുതൽ രാജ്യങ്ങൾ ആക്രമണ വിധേയമായിരിക്കുന്നു. ആക്രമണത്തിന്റെ തോതിനെ കുറിച്ച് കൃത്യമായി പറയാനാവില്ല എങ്കിലും സിംബോളിക് ആയിട്ടെങ്കിലും ഇവിടങ്ങളിൽ ആക്രമണം നടന്നിരിക്കുന്നു. അതിന്റെ എസ്കലേഷൻ ഇപ്പോൾ ഒരു എസ്കലേഷൻ മോഡിൽ നിൽക്കുകയാണ്. ഈ ആക്രമണങ്ങൾക്ക് ഒരുപക്ഷെ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകാം. ആ സൂചനയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അബുദാബി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വലിയ എണ്ണസമ്പന്നമായ പ്രദേശമാണ്, സാമ്പത്തിക സ്ഥിരാകേന്ദ്രവുമാണ് ഗൾഫ് മേഖലയിലെ. അവിടെ ന്യായമായ തിരിച്ചടി പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ UAEയുടെ പ്രതികരണം ഇപ്പോൾ ഏറ്റവും വൈകിയ നിമിഷങ്ങളിൽ വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമാണ് തങ്ങളുടെ എയർ സ്പേസോ തങ്ങളുടെ താവളങ്ങളോ തങ്ങളുടെ ഭൂമിയോ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിൽ നിന്നും അമേരിക്കയെ വിലക്കി നിർത്തിയിരിക്കുന്ന 2 രാജ്യങ്ങളാണ്. സ്വാഭാവികമായി ഇറാനിൽ നിന്നും തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ രാജ്യങ്ങൾ ആ നിലപാടെടുത്തത്. പക്ഷേ ആ നിലപാടെടുത്തു എങ്കിൽ പോലും ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങൾ, റിയാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ആക്രമണ വിധേയമായി എന്ന് പറയുമ്പോൾ ആത്യന്തികമായി ഈ രാജ്യങ്ങൾ എടുക്കുന്ന നിലപാട് അമേരിക്ക ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ അത് തന്നെയാണ്. ഈ രാജ്യങ്ങൾ കൂടി അമേരിക്കയോടൊപ്പം യുദ്ധത്തിൽ പങ്കാളികളാകണമെന്ന് ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ് അമേരിക്ക വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അത് നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം ഇസ്ലാമിക ലോകത്തെ ഒരു ലാർജർ യൂണിറ്റി ഒരുപക്ഷെ അതിനൊരു വിഘാതമാകാം. അതുകൊണ്ട് ആ രീതിയിൽ യുദ്ധം ഉണ്ടാവില്ലായിരിക്കാം. എങ്കിലും ഇസ്രയേലും അമേരിക്കയും തീർച്ചയായും യുദ്ധത്തിന്റെ എസ്കലേഷൻ മോഡിൽ പരമാവധി പ്രഷർ ചെലുത്തുകയും ലക്ഷ്യങ്ങൾ, ഉദ്ദേശിക്കുന്ന ആത്യന്തിക ലക്ഷ്യം റെജീം ചേഞ്ചാണ്. അയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന മതഘടനകൾക്ക് ആധിപത്യമുള്ള ഇറാന്റെ ഭരണകൂടത്തെ മാറ്റിയാലല്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സ്വല്പസമയത്തിന് 1-2 വിവരങ്ങൾ കൂടി അതുകൊണ്ടാണ്. എന്തായാലും ഇസ്രായേലിന്റെ ലക്ഷ്യം, അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം ആയത്തുള്ള അലി ഖമനയാണ്. ആയത്തുള്ള അലി ഖമനയെ ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ ഭരണമാറ്റം സംഭവിക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ടാണ് അതിനു മുമ്പ് നടന്ന ന്യൂക്ലിയർ ചർച്ചകളൊക്കെ പക്ഷേ ഇറാൻ അംഗീകരിക്കുമ്പോഴും തോക്കിന് മുൻപിൽ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനുള്ള കാരണം ഖമനയാണ് യഥാർത്ഥ ലക്ഷ്യമല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂക്ലിയർ ഡീലോ ഒന്നും ആവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഖമനയെ ലക്ഷ്യം വെക്കുന്ന അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതും. ഖത്തറിൽ പിന്നെയും ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്ന് മറിയാമ തങ്കച്ച എന്നൊരു പ്രേക്ഷക പറയുന്നുണ്ട്. കുവൈറ്റിൽ സൈറൺ അടിക്കുന്നു. ഖത്തറിൽ കഴിഞ്ഞ കുറേയധികം സമയമായി നിശബ്ദമായിരുന്നു, അങ്ങനെ പ്രത്യേക ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറഞ്ഞെങ്കിൽ വീണ്ടും അവിടെ ഖത്തറിൽ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങുന്നു. കുവൈറ്റിൽ സൈറൺ കേൾക്കുന്നു. അബുദാബിയിലുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ആ തിരിച്ചടി, ഇറാന്റെ ആ തിരിച്ചടി അമേരിക്കൻ എയർബേസുകളിലേക്ക് നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.